സ്വന്തം അമ്മായിയമ്മ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി. അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ? ഞാനും എന്റെ അമ്മയും തമ്മിലല്ല മത്സരം, VDFും KDFും തമ്മിലാ. KDFിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയുമാ ഞങ്ങൾ വിമർശിക്കുന്നത്. മുന്നണികൾക്കപ്പുറം രണ്ട് വ്യക്തികളുടെ മത്സരമായിട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ പോരാട്ടത്തെ കാണുന്നത്. സ്ഥാനാർത്ഥിയുടെ അനുജത്തിയല്ലേ? അതെ, ശാരിക. സ്ഥാനാർത്ഥി മോഹൻ സാറിന്റെ വീട്ടിൽ പോണോ? അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. ഓക്കെ. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. മോഹനൻ സാറിന്റെ വീട്ടിലൊന്ന് കയറണം. പിന്നീട് കാണാം. ശാരികെ, ഒരു മിനിറ്റ്. ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചേച്ചിയിൽ അനിയത്തി കാണുന്ന പ്രത്യേകത എന്താണ്? ചേച്ചി പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ മുന്നേറ്റമാണ്. നമ്മളിൽ സ്ത്രീകളിൽ പലരും പുരുഷന്റെ തടവറയിലല്ല, മറ്റു ചില സ്ത്രീകളുടെ തന്നെ തടവറയിലാണ്. അതിനെതിരെയും കൂടിയാണ് ചേച്ചി പ്രവർത്തിക്കാൻ പോകുന്നത്. സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന സ്ത്രീകളിൽ നിന്നു കൂടിയുള്ള സ്വാതന്ത്ര്യം എന്നുവെച്ചാൽ KDFിന്റെ പ്രഭാവതിയെ ലക്ഷ്യം വെച്ചാണോ ശാരികയുടെ വാക്കുകൾ? ഞാൻ ആരുടെയും പേരുകളൊന്നും പറയുന്നില്ലല്ലോ, അതൊക്കെ നിങ്ങൾ കണ്ടെത്തിയാ മതി. ഒരു ഭാര്യ തന്റെ താലിയുടെ പവിത്രതയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ഒഴിഞ്ഞു വെക്കുന്ന സംസ്കാര ഭൂമിയാണ് കേരളം. പെണ്ണിന്റെ കഴുത്തിലെ താലിയുടെ കരുത്തുമായാണ് രാമപുരത്തെ വോട്ടർമാരോട് എന്റെ ചേച്ചി സമീപിക്കുന്നത്. തകരില്ല, തകർക്കാൻ കഴിയില്ല ആ പെൺമനസ്സിനെ. ദേവികാനന്ദൻ ജയിക്കും. അമ്മയ്ക്ക് മനസ്സിലായി അവൾ എന്താ പറഞ്ഞെന്ന്. അവള് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞെന്നാണ് അമ്മ കരുതിയേ. അവൾ നമുക്കിട്ട് കുത്തിയതാ. ആരെയും ലക്ഷ്യം വെച്ചല്ലാന്ന് അവള് പറയുമ്പോ തന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും അത് നമ്മളെ ഉദ്ദേശിച്ച് തന്നെയാന്ന്. അതെ, അവള് കിട്ടിയ അവസരത്തിൽ എന്നെ ഒന്ന് ആക്ഷേപിച്ചതാ. എന്തു പറഞ്ഞിട്ടായാലും വോട്ടർമാരെ സ്വാധീനിക്കണമെന്നായിരിക്കും അവളുടെ ഉദ്ദേശം. ദേവികയെക്കാളും സൂക്ഷിക്കേണ്ട ഇവളെയാ. ദേവിക രണ്ടു വട്ടം ആലോചിച്ച എന്തും പറയും. ഇവൾക്ക് ആലോചനയൊന്നുമില്ല, വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയും. ഇവളൊരു തലവേദനയാവും, അത് ഉറപ്പാ. തിരഞ്ഞെടുപ്പായതുകൊണ്ട് അവൾക്ക് ഒരു ശ്രദ്ധ കിട്ടുമെന്നറിയാം. നാളെ TV-ക്കാര് മയക്കം കൊണ്ട് അവളുടെ പുറകെ പോവും. അവള് കുറച്ചുകൂടി ഡോസ് കൂട്ടി പ്രതികരണം കൊടുക്കും. ക്രമേണ നമ്മളെയൊക്കെ സ്ത്രീ വിരുദ്ധരാക്കും. അമ്മ ദേവിക എവിടെയിട്ട് പീഡിപ്പിക്കുകയാണെന്ന് വ്യാഖ്യാനം വരും. ഞാൻ അവളെ വിളിച്ചൊന്ന് പറയട്ടെ, ആലോചിച്ച് വേണം പ്രതികരണം കൊടുക്കാനെന്ന്. വേണ്ട, വരട്ടെ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. പറഞ്ഞത് തന്നെയാ. ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചില്ല. ആരെക്കുറിച്ചെങ്കിലും തോന്നുവാണെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനുമില്ല. ചാനലുകാർ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് ശത്രു സ്ത്രീകളാണെന്നൊക്കെ. അത് പ്രഭാന്റെ ഉദ്ദേശിച്ചിട്ടാണോന്ന്. നീയും വൈറലായി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ നിനക്ക് സീറ്റ് കിട്ടും. മോളെ കരിക്കൻ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഏതാ? നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താ മതി. സ്ഥാനാർത്ഥിയുടെ അനിയത്തിയല്ലേ? അതെ. ചേച്ചിക്ക് വോട്ടിടണം കേട്ടോ. മാധവേട്ടാ, ഇതെവിടെ പോവാ? ഷാരിമോൾ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ എത്തൂന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇപ്പൊ അരമണിക്കൂറായി. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. എന്ന് വിളിച്ചു നോക്കിട്ട് പോവാം. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. എന്താ മഞ്ജു? ശാരിക, എന്താ മഞ്ജു? അങ്കിൾ, ഞങ്ങള് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വണ്ടിയിൽ വന്ന ആൾക്കാർ അവളെ പിടിച്ചോണ്ട് പോയി. എന്താ നീ പറയുന്നത്? ഒന്നും അറിയില്ല അങ്കിൾ. എന്നെ തള്ളി താഴെ ഇട്ടിട്ട് ശാരിക പിടിച്ചോണ്ട് പോയി.
എവിടെ വെച്ച്? ഓവർ ബ്രിഡ്ജിന് താഴെ. എന്റെ മോള് മഞ്ജു, നിങ്ങളുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഇല്ല.